നമസ്കാരം. നമ്മൾ ചിലരെക്കുറിച്ചൊക്കെ പറയാറില്ല, നിലപാടുകളുടെ രാജകുമാരൻ. അവർ ഒരു തീരുമാനത്തിലെത്തിക്കഴിഞ്ഞാൽ അവരുടെ നിലപാടിൽ അവർ ഉറച്ചു നിൽക്കും. എന്തൊക്കെ നഷ്ടമുണ്ടായാലും സത്യത്തിൽ നിന്ന് അവർ പുറകോട്ട് പോകത്തില്ല എന്നൊക്കെ പറയാറില്ലേ. അങ്ങനെ ചരിത്രത്തിലേക്ക് നോക്കുമ്പോൾ നിലപാടുകളുടെ രാജകുമാരൻ എന്നല്ല, നിലപാടുകളുടെ രാജാവ് എന്ന് പറയാൻ സാധിക്കുന്ന ഒരു വ്യക്തി നമ്മുടെ സമൂഹത്തിൽ കഴിഞ്ഞ നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്നു. ചങ്ങനാശ്ശേരിക്കടുത്ത് പുളുങ്ങൂന്ന് സ്വദേശിയായി തിരുവിതാംകൂറിലെ തന്നെ ഏറ്റവും വലിയ ഉയർന്ന ഉദ്യോഗ സ്ഥാനങ്ങൾ വഹിച്ച് അതിലേറെ അതുല്യമായ സാഹിത്യ രചനകൾ സൃഷ്ടിച്ച ഒരു അതുല്യ പ്രതിഭ, അത് മറ്റാരുമല്ല, ഷെവലിയർ ഐ.സി. ചാക്കോയാണ്. ഇന്ന് അവർ സ്റ്റോറി സംസാരിക്കുന്നത് ഷെവലിയർ ഐ.സി. ചാക്കോയെക്കുറിച്ചാണ്. എല്ലാവർക്കും അവർ സ്റ്റോറിയിലേക്ക് സ്വാഗതം. ഡിസംബർ 25 ക്രിസ്മസിൻ്റെ അന്നാണ് പുളുങ്ങൂന്ന് ഇല്ലിപ്പറമ്പ് തറവാട്ടിൽ കോരയുടെയും അന്നയുടെയും മകനായി ഷെവലിയർ ഐ.സി. ചാക്കോ ജനിക്കുന്നത്. ശരിക്കും അന്നത്തെ കാലത്ത് ഈ പൊതുവിദ്യാഭ്യാസ സംവിധാനങ്ങളൊന്നും ഒട്ടുമില്ലാതിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. അന്ന് അദ്ദേഹത്തിൻ്റെ പിതാവായ കോര തന്നെയായിരുന്നു ആദ്യ ഗുരുനാഥൻ. സംസ്കൃത ഭാഷയും സാഹിത്യവും ഒക്കെയാണ് അദ്ദേഹം അഭ്യസിച്ചത്. പിതാവിൽ നിന്ന് ലഭിച്ച ഈ ഒരു അറിവിനപ്പുറം ഒരു ഫോർമൽ എഡ്യൂക്കേഷൻ ആവശ്യമാണെന്ന് അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾക്ക് തോന്നുകയും എന്നാൽ അതിനുള്ള സംവിധാനങ്ങൾ പുളുങ്ങുന്ന പോലെ ഒരു നാട്ടിൽ ഇല്ലാതിരിക്കുകയും ചെയ്തൊരു കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ പിതാവ് ഉൾപ്പെടെ ആ സമൂഹത്തിലുള്ള പ്രധാനപ്പെട്ട കുറേ ആളുകൾ ഒരുമിച്ച് ചേർന്ന് പുളുങ്ങൂന്ന് പള്ളിയിൽ തന്നെ 1885 ഒരു ഇംഗ്ലീഷ് സ്കൂൾ അവർ സ്ഥാപിച്ചു. അങ്ങനെ 11 വയസ്സ് വരെ വീട്ടിലിരുന്ന് പഠിച്ച ഐ.സി. ചാക്കോ 1885 പുളുങ്ങൂന്ന് പള്ളിയോട് ചേർന്നുള്ള ഇംഗ്ലീഷ് സ്കൂളിൽ പഠനം ആരംഭിച്ചു. അദ്ദേഹത്തിന് തന്നെ ആത്മകഥ അംശമുള്ള അദ്ദേഹത്തിൻ്റെ രചനകളിൽ പറയുന്നുണ്ട്, കൃത്യമായ ഒരു സിലബസ് ഒന്നുമില്ലെങ്കിലും ഇംഗ്ലീഷും കണക്കും ഒക്കെയാണ് അദ്ദേഹം അവിടെ പഠിച്ചത്. നിർഭാഗ്യവശാൽ ആ സ്കൂൾ നിന്ന് പോവുകയും അതിനുശേഷം 1887 ആലപ്പുഴ ഗവൺമെൻറ് സ്കൂളിൽ അദ്ദേഹത്തിൻ്റെ പഠനം പൂർത്തിയാക്കുകയും ചെയ്തു. 1893 സ്കോളർഷിപ്പോടെയാണ് അവിടെ നിന്ന് മെട്രിക്കുലേഷൻ ഐ.സി. ചാക്കോ വിജയിക്കുന്നത്. പിന്നീട് അദ്ദേഹത്തിന് തുടർ പഠനം പെട്ടെന്നുണ്ടായില്ല. അദ്ദേഹം പിന്നീട് 2 വർഷം മാന്നാനം സെയിൻറ്റ് എഫ്രൈം സ്കൂളിൽ അധ്യാപകനായിട്ട് സേവനമനുഷ്ഠിക്കുകയുണ്ടായി. ഏറ്റവും രസകരമായ ഒരു കാര്യം, അന്ന് അദ്ദേഹത്തിന് 18 വയസ്സ് പോലും തികഞ്ഞിട്ടില്ല. അക്കാലത്ത് പ്രതിഭാധനനായ ഈ വ്യക്തി അന്നത്തെയും ഇന്നത്തെയും പ്രധാനപ്പെട്ട പത്രങ്ങളിലൊന്നായ ദീപികയുടെ എഡിറ്റോറിയലിൽ പ്രവർത്തിക്കുകയും ചെയ്തു. അങ്ങനെ 18 വയസ്സ് മാത്രമുള്ള ഒരു ചെറുപ്പക്കാരൻ ദീപിക പോലെയുള്ള പ്രധാനപ്പെട്ട ഒരു പത്രത്തിൻ്റെ എഡിറ്റോറിയലിൽ പ്രവർത്തിക്കുവാൻ അദ്ദേഹത്തിന് ഒരു അനുവാദം കിട്ടണമെങ്കിൽ എത്രത്തോളം പ്രതിഭാശാലിയായിരുന്ന വ്യക്തിയെന്ന് അന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. വീണ്ടും അദ്ദേഹത്തിൻ്റെ പഠനം തുടരുകയാണ്. 1899 അദ്ദേഹം BA പാസ്സായി. തിരുവനന്തപുരം മഹാരാജാസ് കോളേജിൽ നിന്നാണ് അദ്ദേഹം BA പാസ്സാകുന്നത്. അദ്ദേഹം CMS കോളേജിൽ ചേർന്നിരുന്നുവെങ്കിലും സ്കോളർഷിപ്പിന് അർഹനായതുകൊണ്ട് തന്നെ ഗവൺമെൻറ് കോളേജിൽ പഠിക്കണം എന്നുള്ളത് കൊണ്ട് അദ്ദേഹം തിരുവനന്തപുരത്ത് എത്തുകയും അവിടെ വെച്ച് അദ്ദേഹത്തിന് BA പഠനം പൂർത്തിയാക്കുകയും ചെയ്തു. ഇദ്ദേഹം BA പാസ്സായ ആ വർഷം തന്നെ ആലപ്പുഴ ലയോ 13th സ്കൂളിൽ ഹെഡ് മാസ്റ്ററായിട്ട് സേവനമനുഷ്ഠിച്ചു. ഞാൻ സൂചിപ്പിച്ചിരുന്നു, അദ്ദേഹം ആദ്യമായിട്ട് അധ്യാപകനായിട്ട് മാന്നാനം സെയിൻറ്റ് എഫ്രൈം സ്കൂളിൽ സേവനം ചെയ്തെങ്കിലും തുടർന്ന് പഠനം നടത്തുകയും BA പാസ്സായതിനു ശേഷം ലിയോ 13th സ്കൂൾ ആലപ്പുഴയിലെ പ്രശസ്തമായ ഈ വിദ്യാലയത്തിൽ ഹെഡ് മാസ്റ്ററായിട്ട് സേവനം ആരംഭിക്കുകയും ചെയ്തു. ഇക്കാലത്ത് ഒത്തിരി വികസനങ്ങൾ ആ സ്കൂളിൽ കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിച്ചു. ആ സ്കൂൾ മിഡിൽ സ്കൂളായിരുന്ന ലിയോ 13th സ്കൂള് ഒരു ഹൈസ്കൂളായി ഉയർത്തപ്പെടുന്നതും 4th ഫോറം ആരംഭിക്കുകയും ചെയ്യുന്നത് ഇദ്ദേഹം അധ്യാപകനായി ഹെഡ് മാസ്റ്ററായി സേവനം ചെയ്യുന്ന ആ ഒരു കാലഘട്ടത്തിലാണ്. വിദ്യാർത്ഥികൾക്ക് ഒത്തിരി പ്രിയപ്പെട്ട, ഏറെ അറിവുള്ള, അതേസമയം ഏറെ സ്നേഹത്തോടുകൂടി കുട്ടികളെ പരിഗണിക്കുന്ന അധ്യാപകനായിട്ട് അദ്ദേഹത്തിന് തൻ്റെ സേവനം അവിടെ പൂർത്തിയാക്കുവാൻ സാധിച്ചുവെന്ന് ചരിത്രം സാക്ഷിയാക്കുന്നുണ്ട്. 1900 അന്നത്തെ വൈസ്രോയി ആയിരുന്ന കഴ്സൺ പ്രഭു തിരുവിതാംകൂറിൽ എത്തുകയും അദ്ദേഹം തിരുവിതാംകൂറിൽ നടത്തിയ പല പ്രസംഗങ്ങളിലും ധാരാളം ധാതു നിക്ഷേപങ്ങൾ തിരുവിതാംകൂറിൽ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ടെന്നും അതിനെക്കുറിച്ച് പഠനങ്ങൾ നടത്തണമെന്നും ഒക്കെ തന്നെ അഭിപ്രായപ്പെടുകയുണ്ടായി. അപ്പം തിരുവിതാംകൂർ ഗവൺമെൻറ് ഇത് വളരെ ഗൗരവമായിട്ട് എടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും മിടുക്കരായ 2 വിദ്യാർത്ഥികളെ ഈ ധാതു സംബന്ധമായ പഠനങ്ങളും അല്ലെങ്കിൽ ഈ പറഞ്ഞ കൂടുതൽ ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് ഇത്തരം മേഖലയിൽ പഠനങ്ങൾ നടത്തുവാനും ഒക്കെ ലണ്ടനിലേക്ക് അയക്കുവാൻ തയ്യാറായി. അപ്പം ഇതിൻ്റെ ചുവടെ പിടിച്ച്, ഈ ഒരു പ്രശ്നത്തിന് ചുവടെ പിടിച്ച് തിരുവിതാംകൂർ ഗവൺമെൻറ് സമർത്ഥരായ 2 വിദ്യാർത്ഥികളെയാണ് സ്കോളർഷിപ്പോടുകൂടെ ജിയോളജിയിൽ വിദഗ്ധ പഠനം നടത്തുവാൻ വേണ്ടി ലണ്ടനിലേക്ക് അയക്കുവാൻ വേണ്ടി തീരുമാനിച്ചത്. അങ്ങനെ അപേക്ഷകൾ ക്ഷണിച്ചു. അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട മികവുള്ള 2 വിദ്യാർത്ഥികൾ, ഒരാൾ ബഹുമാനപ്പെട്ട ഐ.സി. ചാക്കോ ആയിരുന്നു, മറ്റേയാൾ ഈ മസ്ലാമണി എന്ന് പറഞ്ഞ മറ്റൊരു വ്യക്തിയായിരുന്നു. ഇവർ 2 പേരും 1901 ലണ്ടനിലെത്തുകയും ലണ്ടനിലെ അതിപ്രശസ്തമായ ഇംപീരിയൽ കോളേജ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ പഠനം ആരംഭിക്കുകയും ചെയ്തു.
അതിസമർത്ഥനായ ഐ സി ചാക്കോ അദ്ദേഹത്തിൻ്റെ നേരത്തെ സൂചിപ്പിച്ച ആത്മകഥാംശമുള്ള അദ്ദേഹത്തിൻ്റെ കുറിപ്പുകളിലൊക്കെ തന്നെ പറയുന്നുണ്ട്, ഇംഗ്ലണ്ടിലെ പഠനത്തിൻ്റെ സമയത്തിന് അദ്ദേഹത്തിന് ലഭിച്ച ഒരു എക്സ്പോഷർ, നിരവധി അവസരങ്ങളും നിരവധി വ്യക്തികളെ പരിചയപ്പെടാനും ഒക്കെ തന്നെ അവസരം ലഭിച്ചു. അദ്ദേഹം പ്രത്യേക അനുവാദം മേടിച്ചുകൊണ്ട് അദ്ദേഹം മൈനിങ് എഞ്ചിനീയറിംഗിലും ഒപ്പം ഫിസിക്സിലും ബിരുദം നേടി. ഒരേ സമയം 2 വിഷയങ്ങളിൽ 2 മേഖലകളിൽ അദ്ദേഹം എക്സൽ ചെയ്യുകയും മിടുക്കനായിട്ട് ഔദ്യോഗികമായി തന്നെ ഡിഗ്രികൾ സമ്പാദിക്കുകയും ചെയ്തു. അങ്ങനെ 1906 അദ്ദേഹം തിരിച്ചെത്തി. തിരികെ വന്നപ്പോൾ ഐ സി ചാക്കോ എന്ന് പറയുന്ന വലിയൊരു വ്യക്തിയുടെ ഒരു മഹത്വം നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കുന്ന ഒരു സംഭവം ഉണ്ടായി. അദ്ദേഹം ഫിസിക്സിൽ ബിരുദം നേടിയെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ, ലണ്ടനിൽ വെച്ച്. അപ്പം കൽക്കട്ടയിലെ തന്നെ, ഇന്ത്യയിലെ തന്നെ പ്രശസ്തമായ നാഷണൽ കോളേജിൽ അദ്ദേഹത്തെ ഒരു ഫിസിക്സ് പ്രൊഫസറായിട്ട് ഉദ്യോഗത്തിന് ക്ഷണിച്ചിരുന്നു. ഒരു ചെറിയ പ്രശ്നമുള്ളത്, തിരുവിതാംകൂർ ഗവൺമെൻറ്റിൻ്റെ സ്കോളർഷിപ്പ് വാങ്ങിയാണ് അദ്ദേഹം പോയത്. അപ്പം അതുകൊണ്ട് തിരുവിതാംകൂറിൽ അദ്ദേഹം ജോലിക്ക് ജോയിൻ ചെയ്തില്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു പിഴയെടുക്കേണ്ടി വരും എന്നൊക്കെ ഉണ്ടായിരുന്നു. ഐ സി ചാക്കോയെ സംബന്ധിച്ച് വേണമെങ്കിൽ ഇതിന് ചിലവായ ഫീസ് അല്ലെങ്കിൽ ആ ഒരു തുക കെട്ടി വെച്ചിട്ട് ആ തുക തിരിച്ചു കൊടുത്തിട്ട് വേണമെങ്കിൽ ഈ കൽക്കട്ട നാഷണൽ കോളേജിലെ ഫിസിക്സ് പ്രൊഫസറായിട്ട് വേണമെങ്കിൽ സേവനം ചെയ്യാമായിരുന്നു. പക്ഷേ ഏറ്റവും അദ്ദേഹത്തെ ബഹുമാനിക്കേണ്ട കാര്യം, അങ്ങനെയൊക്കെ അവസരം ഉണ്ടായിട്ടും ധാർമ്മികതയുടെ പേരിൽ, കാരണം ഞാൻ തിരുവിതാംകൂർ രാജാവ് തിരുവിതാംകൂർ രാജ്യത്തിന് വേണ്ടി എന്നെ തിരഞ്ഞെടുത്ത് ലണ്ടനിൽ വിട്ടു, ഞാൻ അവിടെ പോയി പഠിച്ചു, അപ്പോൾ ഞാൻ തിരുവിതാംകൂറിനോട് തന്നെ സേവനം ചെയ്യണം എന്ന ഉറച്ച തീരുമാനത്തിൽ അദ്ദേഹം ഈ കൽക്കട്ട കോളേജിൻ്റെ ആ ഒരു ഓഫർ അദ്ദേഹം നിരസിച്ചു. നേരെ മറിച്ച് അദ്ദേഹം ഒരുപക്ഷെ കൽക്കട്ടയിൽ പോയിരുന്നെങ്കിൽ ഇന്ത്യ അറിയപ്പെട്ടിരുന്ന ഒരു വലിയ വ്യക്തിത്വമായിട്ട്, അദ്ദേഹം തീർച്ചയായിട്ടും ഇന്ത്യ അറിയപ്പെടുന്ന വലിയ വ്യക്തിത്വമാണെങ്കിൽ കൂടെ അന്നത്തെ സാഹചര്യത്തിൽ ഫിസിക്സിലൊക്കെ ഒത്തിരി സംഭാവന നൽകാൻ പറ്റുന്ന ഒരു വ്യക്തിയായിട്ട് ഒരുപക്ഷെ അദ്ദേഹം മാറിയേനെ. പക്ഷെ അദ്ദേഹം ഔദ്യോഗിക ജീവിതം തിരുവിതാംകൂറിലാണ് അദ്ദേഹം ആരംഭിച്ചതും അദ്ദേഹത്തിൻ്റെ ജീവിതകാലം മുഴുവൻ ചിലവഴിച്ചതും തിരുവിതാംകൂറിലാണ്. ജിയോളജിയിൽ പ്രായോഗിക പരിശീലനത്തിന് വേണ്ടി തിരിച്ചെത്തിയ അദ്ദേഹത്തെ ആദ്യം സർക്കാർ നോർത്ത് ഇന്ത്യയിലേക്ക്, ഇൻഡോറിലേക്കൊക്കെ, ഗ്വാളിയറിലേക്കൊക്കെ അയച്ചു. അവിടെയൊക്കെ പോയി അദ്ദേഹം പ്രായോഗിക പരിശീലനമൊക്കെ നേടിയിട്ട് 1907 തിരുവിതാംകൂറിലെ ആദ്യ ജിയോളജിസ്റ്റായിട്ട് അദ്ദേഹം സർവീസിൽ പ്രവേശിക്കുകയാണ്. അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്ന ഈ മസ്ലാമണിയും സർവീസിൽ പ്രവേശിച്ചു. 1915 അദ്ദേഹം സംസ്ഥാന ജിയോളജിസ്റ്റായി. ചില പ്രത്യേക കാരണങ്ങളാൽ ഈ മസ്ലാമണിയെ സർവീസിൽ നിന്ന് തിരുവിതാംകൂർ ഗവൺമെൻറ് മാറ്റി നിർത്തുകയും തിരുവിതാംകൂറിലെ ഏക സംസ്ഥാന ജിയോളജിസ്റ്റായിട്ട് അദ്ദേഹത്തിനെ അപ്പോയിൻ്റ് ചെയ്യുകയും ചെയ്തു. കൂടാതെ 1921 വ്യവസായ വകുപ്പിൻ്റെയും ഡയറക്ടറായിട്ട് അദ്ദേഹം സേവനം ചെയ്തു. 1931 ഡിസംബർ 25 വരെ അദ്ദേഹം സർക്കാർ സർവീസിൽ ഔദ്യോഗികമായി അദ്ദേഹത്തിന് അനുവദിച്ചിരിക്കുന്ന കാലഘട്ടം പൂർത്തിയാക്കി 1931 അദ്ദേഹം സർവീസിൽ നിന്ന് വിരമിക്കുകയും ചെയ്തു. ഐ സി ചാക്കോയുടെ ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ ബഹുമാനപ്പെട്ട കുര്യാസ് കുമ്പളക്കുഴി സാറും അതുപോലെ തന്നെ എം.ഒ. ജോസഫ് നെടുങ്കുന്നം സാറും ഒക്കെ എഴുതിയ പുസ്തകത്തിൽ വ്യക്തമായിട്ട് പറഞ്ഞു വെക്കുന്നൊരു കാര്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ജീവിതം വർഗീയതയും അസൂയയും ഒക്കെ തന്നെ കൊണ്ട് ഏറെ ക്ലേശകരമായിരുന്നു. അദ്ദേഹം പലപ്പോഴും രാജിവെക്കാൻ പോലും ആലോചിച്ചിരുന്നതായിട്ട് ഈ പുസ്തകങ്ങളൊക്കെ തന്നെ പരാമർശിക്കുന്നുണ്ട്. ഒരു ഉദാഹരണത്തിന് ഞാൻ സൂചിപ്പിച്ചതല്ലോ, അദ്ദേഹം സംസ്ഥാന ജിയോളജിസ്റ്റ് ആയിരുന്നു, അതുപോലെ തന്നെ വ്യവസായ വകുപ്പിൻ്റെ ഡയറക്ടറുമായിരുന്നു. 2 മേജർ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ തലവനായി സേവനം ചെയ്തിരുന്ന അദ്ദേഹത്തിന് ഒരു മൈനർ വകുപ്പ് അധ്യക്ഷന് മാത്രം ശമ്പളമായിരുന്നു ഗവൺമെൻറ്റിൽ നിന്നും നൽകിയിരുന്നത്. അതുകൂടാതെ അദ്ദേഹത്തിന് ഒരുപക്ഷെ സർവീസിൽ നിന്നും റിട്ടയർ ആയതിനു ശേഷമാണെങ്കിലും തിരുവിതാംകൂറിലെ പല സുപ്രധാന ചുമതലകളും മേപ്പിക്കുവാനും മാത്രം ക്വാളിറ്റിയുള്ള ഒരു മനുഷ്യനായിരുന്നിട്ട് കൂടെ അദ്ദേഹത്തെ ഗവൺമെൻറ് ബോധപൂർവ്വം അവഗണിക്കുകയും ചെയ്തു. അതിന് കാരണമായിട്ട് തന്നെ കണ്ടെത്താൻ പറ്റുന്നത്, ഒന്ന് അദ്ദേഹം പ്രദാനം ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ വിശ്വാസവും അദ്ദേഹത്തിൻ്റെ ജാതിയും ഒക്കെ തന്നെയായിരുന്നു. 2 അദ്ദേഹത്തിൻ്റെ നിലപാടുകളുമായിരുന്നു. ആർക്കും ചോദ്യം ചെയ്യാനാവാത്ത ഒരു ശാസ്ത്രീയ വിജ്ഞാനവും അതുപോലെ തന്നെ ആരുടെ മുൻപിലും തലകുനിക്കാൻ തയ്യാറല്ലാത്ത ഒരു ആത്മാഭിമാനവും സ്വന്തമായിട്ടുള്ള വ്യക്തിയായിരുന്നുവെന്ന് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രകാരന്മാരായിട്ടുള്ള പ്രത്യേകിച്ച് ശ്രീ എം.ഒ. ജോസഫ് നെടുങ്കുന്നം അതുപോലെ തന്നെ പ്രൊഫസർ മാത്യു ഉലകന്തറയൊക്കെ തന്നെ അവരുടെ ജീവചരിത്രത്തിൽ വ്യക്തമായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. ഈ ഐ സി ചാക്കോയുടെ സത്യസന്ധതയെക്കുറിച്ച് ഇദ്ദേഹം സർവീസിൽ ഉള്ള സമയത്ത് തന്നെ അന്നത്തെ നസ്രാണി ദീപികയിൽ വന്നൊരു ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്. ഇത് ശരിക്കും അന്ന് സർവീസിലുണ്ടായിരുന്ന ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ, അദ്ദേഹം മറ്റൊരു സമുദായത്തിൽപ്പെട്ട വ്യക്തിയാണ്. അദ്ദേഹം പറയുന്ന ഒരു വാചകം, അദ്ദേഹത്തിൻ്റെ ഒരു സബോർഡിനേറ്റിനോട് പറയുന്ന ഒരു വാചകം ഇങ്ങനെയാണ് കോട്ട് ചെയ്യുന്നത്. നസ്രാണി ദീപികയുടെ അന്നത്തെ ലേഖനത്തിൽ വന്നത് ആ വാക്യം ഇങ്ങനെയാണ്. ഈ മറ്റൊരു മതസ്ഥനായ ആ വ്യക്തി പറയുകയാണ്, ഉയർന്ന ഉദ്യോഗസ്ഥൻ പറയുകയാണ്, ഞങ്ങൾ എന്തും ചെയ്യട്ടെ, ഗവൺമെൻറ്റിന് തന്നെ ഒരു സ്ഥിര നയമില്ല, അതനുസരിച്ച് മറ്റുള്ളവരും പ്രവർത്തിക്കുന്നു. ഇതിനൊക്കെ വ്യത്യസ്തനായി ഒരാളെ മാത്രമേ ഞാൻ ഈ സർവീസിൽ കാണുന്നുള്ളൂ. അദ്ദേഹം വ്യവസായ ഡയറക്ടറായ ഐ സി ചാക്കോയാണ്. അദ്ദേഹം ഉദ്യോഗ വിതരണവും മറ്റും ഒരു മതകൃത്യം പോലെ വളരെ ആലോചിച്ചും ആർക്കും അവകാശഹാനി നേരിടാതെയും തൂക്കിയും അരിച്ചും നിർവഹിക്കുന്നു. എന്നിട്ട് അദ്ദേഹം കൂട്ടിച്ചേർക്കുകയാണ്, അതിൻ്റെ ഫലം എന്ത്? അദ്ദേഹത്തിന് കിടക്കപ്പുറതിയില്ല, ശകാരം ഒഴിഞ്ഞിട്ട് നേരവുമില്ല, തോന്യാസം ചെയ്യുന്നവർക്കാകട്ടെ ഒരു സ്വല്ലയുമില്ല. ഇത് കെ.വി. പിള്ള നസ്രാണി ദീപികയിൽ 1931 ഡിസംബറിൽ എഴുതിയ ലേഖനത്തിൽ, ഐ സി ചാക്കോയുടെ സത്യസന്ധതയെക്കുറിച്ച് എഴുതിയ ലേഖനത്തിനുള്ള വാചകമാണിത്. അതായത് സർവീസിലുള്ള മറ്റുള്ളവർ പോലും ബഹുമാനത്തോടെ, അവർ നിയമം അനുസരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നതിനപ്പുറം ആദരവോടെ കണ്ടിരുന്ന, എല്ലാവർക്കും മാതൃകയായിരുന്ന, നട്ടലുള്ള, സൂചിപ്പിച്ചിരുന്നത് പോലെ നിലപാടുള്ള വ്യക്തിത്വമായിരുന്നു ഷെവലിയർ ഐ സി ചാക്കോ. സർക്കാർ സർവീസിൽ അദ്ദേഹം സേവനം ചെയ്തതിനെ കുറിച്ചൊക്കെ തന്നെ പറഞ്ഞു. ഇദ്ദേഹം തിരുവിതാംകൂറിന് നൽകിയ കുറേയധികം സംഭാവനകളുണ്ട്.
യഥാർത്ഥത്തിൽ തിരുവിതാംകൂറിൻ്റെ ചരിത്രത്തിൽ തന്നെ നിർണായകമായ പല തീരുമാനങ്ങൾക്കും കാരണമായ, തിരുവിതാംകൂറിൻ്റെ സാമ്പത്തിക അടിത്തറ വിപുലപ്പെടുത്തുവാനും ശക്തിപ്പെടുത്തുവാനും കാരണമായ പല കാര്യങ്ങൾക്കും കാരണമായത് ഐ.സി. ചാക്കോയുടെ പഠനങ്ങളും കണ്ടെത്തലുകളുമാണ്. അതിൽ ചിലത് മാത്രം പറയാം. ഒന്ന്, നീണ്ടകര ചവറ തീരപ്രദേശങ്ങളിൽ മണലിൽ ഇൽമിനേറ്റിന്റെ നിക്ഷേപമുണ്ടെന്ന് ആദ്യം കണ്ടെത്തിയത് ഐ.സി. ചാക്കോയാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ ഇതുമായി ബന്ധപ്പെട്ട വ്യവസായ സംരംഭം തുടങ്ങാൻ അദ്ദേഹം നിർദ്ദേശം നൽകി. അദ്ദേഹം റിട്ടയർ ചെയ്തതിന്റെ പിറ്റേ വർഷം നമുക്കറിയാം ചവറയിലെ KML എന്ന് പറയുന്ന ഫാക്ടറി സ്ഥാപിതമായി. അതായത് ഈ മോണോസൈറ്റ് ശേഖരിക്കാൻ വേണ്ടി ഉപേക്ഷിച്ച് കളയുന്ന കറുത്ത മണലിൽ ധാരാളം ഇൽമിനേറ്റ് ഉണ്ടെന്നും അതിന്റെ വ്യവസായ സാധ്യതകൾ കൃത്യമായിട്ട് അദ്ദേഹം ഗവൺമെന്റിനെ ബോധ്യപ്പെടുത്തി. മനസ്സിലാക്കേണ്ടത്, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ അഭിമാനാർഹമായ നിമിഷങ്ങളിൽ തിരുവിതാംകൂറിൽ ചിലരെങ്കിലും നമ്മുടെ രാജ്യത്തോടിന് ചേർന്ന് നിന്നുകൊണ്ട് മുന്നോട്ട് പോകുവാനുള്ള മടി കാണിക്കുന്ന രീതിയിലുള്ള ചില നിലപാടുകൾ എടുത്തതായിട്ട് ചില ചരിത്രകാരന്മാർ പറയാറുണ്ട്. അതിനുള്ളൊരു കാരണം തിരുവിതാംകൂറിന് അന്നുണ്ടായിരുന്ന, അല്ലെങ്കിൽ അവർ പ്രതീക്ഷിക്കുന്ന ചില സാമ്പത്തിക അടിത്തറയാണ്. തിരുവിതാംകൂറിനെ ഇത്രയും കൂടുതൽ സമ്പന്നമാക്കുവാൻ പ്രധാനപ്പെട്ട കാരണം ഈ ചവറയിലെ ഈ മണൽ വ്യാപാരം തന്നെയാണ്, മണലുമായി ബന്ധപ്പെട്ട വ്യവസായം തന്നെയാണെന്നും ചരിത്രത്തിൽ ചിലരെങ്കിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വലിയ സാമ്പത്തിക സ്രോതസ്, ഈ ഒരു വലിയ പ്രകൃതിയുടേതായ ഒരു വലിയ സമ്മാനം തിരുവിതാംകൂറിന് ബോധ്യപ്പെടുത്തി കൊടുത്തത് ഐ.സി. ചാക്കോയാണ്. മറ്റൊരു സംഭവം, ഇന്ത്യയിലെ വ്യവസായങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കളിമണ്ണ്, ചൈന ക്ലേ, ഇത് ഇംഗ്ലണ്ടിലെ കോൺവാളിൽ നിന്നാണ് കൊണ്ടുവന്നിരുന്നത്. എന്നാൽ വളരെ ചിലവേറിയ മാർഗമാണ്. നമ്മുടെ ഒരു ചിലവിൻ്റെ, ഇവിടുത്തെ ഈ വ്യവസായ പ്രവർത്തനങ്ങളിൽ ചിലവിൻ്റെ വലിയൊരു ഭാഗം ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ഇവർക്ക് ഈ കോൺവാളിൽ നിന്ന് കൊണ്ടുവരുന്ന കളിമണ്ണ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് കുണ്ടറയിലെ കളിമണ്ണ്, കൊല്ലത്ത് തന്നെയുള്ള കുണ്ടറയിലെ കളിമണ്ണ് കോൺവാൾ കളിമണ്ണിന് തുല്യമാണെന്നും ചിലപ്പോൾ അതിനേക്കാൾ കേമമാണെന്നും കൃത്യമായി ഐ.സി. ചാക്കോ കണ്ടെത്തുകയും ഇത് ഈ സെറാമിക് വ്യവസായങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കളിമണ്ണായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുമെന്നും അദ്ദേഹം ഗവൺമെന്റിനെ ബോധ്യപ്പെടുത്തി. ഈ സെറാമിക് വ്യവസായത്തിൻ്റെ ഒരു വളർച്ചയ്ക്ക് നിർണായകമായ ഒരു സംഭാവനയായിട്ട് അദ്ദേഹത്തിൻ്റെ ഈ കണ്ടെത്തൽ മാറുകയും ചെയ്തു. അതുപോലെ മറ്റൊന്നായിരുന്നു, ഈ ചേർത്തല ഭാഗത്തേക്കുള്ള കരപ്പുറ ദേശത്തെ പാഴ്മണൽ ഉപയോഗിച്ച് ഇഷ്ടിക ഉണ്ടാക്കാമെന്നും അങ്ങനെ ഈ ഇഷ്ടിക ഉണ്ടാക്കാൻ വേണ്ടി മണലെടുക്കുമ്പോഴത്തേക്കിനും ആ ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലം കൃഷിക്ക് ഉപയോഗിക്കാമെന്നും അദ്ദേഹം കണ്ടെത്തുകയുണ്ടായി. കൂടാതെ കായൽ കണ്ടുവരുന്ന ഈ കക്ക് ഉപയോഗിച്ച് നമുക്ക് ചുണ്ണാമ്പ് ഉണ്ടാക്കുകയാണെങ്കിൽ ഈ ചുണ്ണാമ്പും ഈ മാറ്റിയ മണലും കൂടെ ഒരു കൃത്യമായ ഒരു ഫോർമുലയിൽ കുഴച്ച് നമുക്ക് നല്ല കട്ടിയുള്ള ഈടുള്ള ഇഷ്ടികകൾ നിർമ്മിക്കാൻ സാധിക്കുമെന്നും അത് നമ്മുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് പ്രയോജനപ്രദമാണെന്നും അദ്ദേഹം കണ്ടെത്തുകയുണ്ടായി. എന്നാൽ ഈ ഒരു പ്രോജക്റ്റ് ഒരുപക്ഷെ ഐ.സി. ചാക്കോയെ പോലെയുള്ള ഒരു വലിയ മനുഷ്യൻ പറഞ്ഞിട്ടുണ്ട്, ഈ പ്രോജക്റ്റ് ഗവൺമെന്റ് വേണ്ട രീതിയിൽ ശ്രദ്ധിക്കുകയുണ്ടായില്ല. പക്ഷെ പിന്നീട് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് പലതും ഈ ഒരു മേഖലയിൽ ഉണ്ടായി എന്നുള്ളതും നമുക്ക് കാണുവാൻ സാധിക്കും. അദ്ദേഹത്തിൻ്റെ ബഹുവിഷയ വൈദഗ്ധ്യം ബോധ്യമായതുകൊണ്ട് തന്നെ തിരുവിതാംകൂർ സർക്കാർ 1922 മുതൽ 25 വരെ തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭയിൽ ഗവൺമെന്റ് ഭാഗത്തിന് മെമ്പറായിട്ട് അദ്ദേഹത്തെ നിയോഗിച്ചു. അതുപോലെ 6 കൊല്ലത്തോളം തിരുവനന്തപുരം പബ്ലിക് ലൈബ്രറി കമ്മിറ്റിയിൽ ഗവൺമെന്റ് പ്രതിനിധിയായി അദ്ദേഹം സേവനം അനുഷ്ഠിച്ചു. തിരുവനന്തപുരം സ്കൂൾ ഓഫ് ആർട്സിന്റെ സൂപ്രണ്ടായിട്ട് കുറേ കാലം അദ്ദേഹം സേവനം ചെയ്തു. കൂടാതെ ട്രാവൻകൂർ ഷുഗർ റിഫൈനറിയുടെ മാനേജിംഗ് ബോർഡിലും ഗവൺമെന്റ് നോമിനി നില അദ്ദേഹം പ്രവർത്തിക്കുകയുണ്ടായി. ഇങ്ങനെ ഏറെ കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ജീവിതത്തിൽ അദ്ദേഹം സംഭാവനയായി നൽകുകയും അതുപോലെ തന്നെ ഗവൺമെന്റിന് അദ്ദേഹത്താലാവുന്ന എല്ലാ സേവനങ്ങൾ അദ്ദേഹം നൽകുകയും ചെയ്തു. ഇത്ര വലിയൊരു മനുഷ്യനായ ഐ.സി. ചാക്കോയെ ഇന്ന് നമ്മുടെ ഗവൺമെന്റ് സംവിധാനം വേണ്ടത്ര രീതിയിൽ സ്മരിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ഗൗരവത്തോടെ ചിന്തിക്കേണ്ടതാണ്. നമുക്കറിയാം, കുട്ടനാട് എന്ന് പറയുന്നത് കേരളത്തിന് അനുഗ്രഹമാണ്. നമുക്കൊക്കെ തന്നെ ഏറെ അഭിമാനത്തോടെ ഓർക്കുവാൻ സാധിക്കുന്ന, ഏറെ നല്ല മനസ്സുള്ള ആളുകളും നല്ല മണ്ണുമൊക്കെയുള്ള ഒരു പുണ്യപ്പെട്ട ഭൂമിയാണ് കുട്ടനാട്. കുട്ടനാട് നേരിടുന്ന ചില പ്രധാന പ്രശ്നങ്ങളുണ്ട്, വെള്ളപ്പൊക്കം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ. ഈ ഇഷ്യൂസിനൊക്കെ പറ്റിയ നല്ലൊരു സൊല്യൂഷൻ, ഈ വെള്ളപ്പൊക്കം നിയന്ത്രിക്കാൻ വേണ്ടിയുള്ള സൊല്യൂഷൻസ് ആദ്യമായിട്ട് മുന്നോട്ട് വെക്കുന്ന വ്യക്തികൾ ഒരാൾ ശ്രീ ഐ.സി. ചാക്കോയാണ്. ഈ കുട്ടനാട്ടിലെ വെള്ളപ്പൊക്കം നിയന്ത്രിക്കാൻ തോട്ടപ്പള്ളി സ്പിൽവേ നിർമ്മിക്കാനുള്ള പദ്ധതി റിപ്പോർട്ടും ഇദ്ദേഹത്തിൻ്റെതാണ്. അതുപോലെ പമ്പാ നദിയിൽ ഒരു അണക്കെട്ട് നിർമ്മിക്കുകയാണെങ്കിൽ വെള്ളം തടഞ്ഞു നിർത്തുവാനും വെള്ളപ്പൊക്ക സമയത്ത് അങ്ങനെ വെള്ളപ്പൊക്കത്തെ നിയന്ത്രിക്കാൻ സാധിക്കുമെന്നൊക്കെയുള്ള കൃത്യമായ റിപ്പോർട്ടുകൾ അദ്ദേഹം നൽകി. പക്ഷെ നിർഭാഗ്യവശാൽ അന്ന് അത് വേണ്ടത്ര രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടില്ലെങ്കിലും നമുക്ക് ഇന്നത്തെ ചരിത്രം അറിയാം. ഇന്ന് ഈ പറഞ്ഞ കുട്ടനാടിൻ്റെ ആ ഒരു പാരിസ്ഥിതിക പ്രത്യേകതകളെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നതാണ് ഈ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങളൊക്കെ തന്നെ. അതേസമയം തന്നെ ഇന്ന് നമുക്കറിയാം, നമ്മുടെ തണ്ണീർമുക്കം ബണ്ടുമായി ബന്ധപ്പെട്ടും അദ്ദേഹം വ്യത്യസ്തമായ ചില അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുകയുണ്ടായി. ഇന്ന് കുട്ടനാട് അത് സത്യമാണ് എന്ന് കുറച്ചെങ്കിലും ഒക്കെ മനസ്സിലാക്കുവാൻ കുട്ടനാട്ടിൽ ഇന്നത്തെ അവസ്ഥ നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ ഇന്ന് നമുക്ക് ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡ് AC റോഡുണ്ട്. നമ്മൾ വലിയ അഭിമാനത്തോടെ പറയുന്ന ഒരു ചങ്ങനാശ്ശേരി AC റോഡ്. ഈ ഒരു ആശയവും ആദ്യമായിട്ട് മുന്നോട്ട് വെച്ച വ്യക്തികളിൽ ഒരാൾ, അല്ലെങ്കിൽ ഏറ്റവും ആദ്യമായിട്ട് ഇങ്ങനെ സജഷൻ വെച്ചത് ശ്രീ ഐ.സി. ചാക്കോയാണ്. അതായത് ചങ്ങനാശ്ശേരി ആലപ്പുഴയ്ക്കിടയിൽ ഒരു റോഡ് നിർമ്മിക്കണമെന്നും ഒരേ സമയം റോഡും തോടും നിർമ്മിക്കണം. ഈ തോട് നിർമ്മിക്കാൻ വേണ്ടി എടുത്തു മാറ്റുന്ന മണ്ണ് നമുക്ക് അതുകൊണ്ട് ഒരു റോഡ് രൂപപ്പെടുത്താൻ സാധിക്കുമെന്നും അങ്ങനെ ജലഗതാഗതവും അതുപോലെ തന്നെ കരഗതാഗതവും ഒരേ സമയം സാധ്യമാകണമെന്നും അദ്ദേഹം ഒരു ആശയം മുന്നോട്ട് വെച്ചു. നമുക്കിന്നും അറിയാം, ചങ്ങനാശ്ശേരി
കളമശ്ശേരിയിൽ നിന്നും തുടങ്ങുന്ന AC റോഡും ഒപ്പം ഉള്ള തോടും അത് കൃത്യമായിട്ട് ആലപ്പുഴ വരെ എത്തിക്കുവാൻ സാധിക്കുകയാണെങ്കിൽ ജലഗതാഗതവും അത് കുറച്ചും കൂടെ സ്മൂത്തായിട്ട് പോകാൻ സാധിക്കും. ഒപ്പം ജലഗതാഗതവും കരഗതാഗതവും ഒരേ സമയം പാരലായിട്ട് പോകുവാനും സാധിക്കും. ഇന്നും ആ ഒരു ആശയം പൂർണ്ണമായിട്ടും പൂർത്തീകരിക്കുവാൻ നമ്മുടെ സംവിധാനങ്ങൾക്ക് സാധിച്ചില്ല എന്നുള്ളതും അത് യാഥാർത്ഥ്യമാവുകയായിരുന്നെങ്കിൽ കുട്ടനാട് ഉണ്ടാകാമായിരുന്ന മാറ്റങ്ങളും IC ചാക്കോയുടെ ദീർഘവീക്ഷണം കൃത്യമായിട്ട് ചൂണ്ടിക്കാണിച്ചു തരുന്നതാണ്. കൂടാതെ കേരളത്തിലെ തന്നെ ഏറ്റവും പുരാതനമായിട്ടുള്ള മൂലം വള്ളംകളിയുടെ പുനരുദ്ധാരണവും IC ചാക്കോയുടെ ഭാഗത്തു നിന്നുണ്ടായി എന്ന് ചരിത്രം പറയുന്നുണ്ട്. മൂലം വള്ളംകളി നടന്ന് മുന്നോട്ട് പോകുമ്പോഴൊക്കെ തന്നെ ഇടയ്ക്ക് അതിൻ്റെ ക്രമീകരണങ്ങളൊക്കെ തന്നെ ചെറിയ പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ 1926 അദ്ദേഹം ഒരു മീറ്റിംഗ് വിളിച്ചു ചേർത്തു ഈ മൂലം വള്ളംകളിയുമായി ബന്ധപ്പെട്ടുള്ള ആൾക്കാരെയൊക്കെ തന്നെ. അതിനുശേഷം അടുത്ത വർഷം ആഘോഷമായ ഒരു മൂലം വള്ളംകളി അദ്ദേഹം ക്രമീകരിക്കുകയുണ്ടായി. 26 ശേഷമുള്ള വർഷം അത് അന്ന് അദ്ദേഹം അന്നത്തെ ദിവാനെയാണ് വിശിഷ്ടാതിഥിയായിട്ട് വിളിച്ചുകൊണ്ട് വന്നത്. പിന്നീട് ഓരോ വർഷവും ഗവർണർമാരെയും ദിവാനെയും മന്ത്രിമാരെയും ഒക്കെ വിളിച്ചുകൊണ്ട് വന്ന് ഈ വള്ളംകളിയെ അതിൻ്റെ ഒരു പ്രൗഢിയോടുകൂടെ തന്നെ തിരിച്ചു കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിച്ചു. അദ്ദേഹം തന്നെ ഒരു വള്ളം നിർമ്മിച്ച് അദ്ദേഹത്തിൻ്റെ കരയ്ക്ക് നൽകിയെന്നും ചരിത്രം പറയുന്നുണ്ട്. പ്രൊഫസർ മാത്യു ഉലകന്തറ സാർ അദ്ദേഹത്തിൻ്റെ IC ചാക്കോയെക്കുറിച്ചുള്ള ജീവചരിത്രത്തിൽ ഇങ്ങനെ ഒരു കമൻറ്റ് പറയുന്നുണ്ട്. അതിങ്ങനെയാണ്: മഹാകവി വള്ളത്തോൾ കഥകളിക്ക് എന്നതുപോലെ കുട്ടനാടൻ വള്ളംകളിയെ അധപതനത്തിൽ നിന്ന് ഉയർത്തിക്കൊണ്ട് വന്നത് IC ചാക്കോയാണെന്ന് അദ്ദേഹം അവിടെ കൃത്യമായി പറഞ്ഞു വെക്കുന്നുണ്ട്. ഈ ചരിത്രങ്ങളൊക്കെ തന്നെ ചേർത്ത് വായിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രസ്താവന 100% ശരിയാണെന്ന് നമുക്ക് പറയുവാൻ സാധിക്കും. കേരളത്തിലെ റബ്ബർ കൃഷിയുടെ സാധ്യതയെക്കുറിച്ചും അദ്ദേഹം സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ട് ഇന്ന് ഒരു ആധികാരിക രേഖയാണ്. അതായത് കേരളത്തിൽ ഇന്ന് റബ്ബർ കൃഷി വ്യാപകമാകുന്നുണ്ടെങ്കിൽ അതിനു മുമ്പ് തന്നെ ഇതിൻ്റെ ഒരു സാധ്യതയെക്കുറിച്ച് അദ്ദേഹം പഠിക്കുകയും റിപ്പോർട്ട് ഗവൺമെന്റ് സമർപ്പിക്കുകയും ചെയ്തു. വീടിന് ചുറ്റും തോട് നിർമ്മിച്ച് അവിടെ മീൻ വളർത്തൽ ആരംഭിക്കുകയും ഒപ്പം ഒരു കുളം നിർമ്മിച്ച് അവിടെ കരിമീൻ വളർത്തൽ ആരംഭിക്കുകയൊക്കെ ചെയ്തത് IC ചാക്കോ എന്ന വലിയ മനുഷ്യൻ കുട്ടനാടിന് കാണിച്ചു തന്ന ചുരുക്കം ചില മാതൃകകളിലെ അല്ലെങ്കിൽ ചുരുക്കം ചില ഉദാഹരണങ്ങൾ മാത്രമാണ്. ഏത് വിഷയത്തെക്കുറിച്ചും അനായാസം എഴുതാനും പ്രസംഗിക്കാനും കഴിയുന്ന ഒരു സർവ്വവിജ്ഞാന കോശം വേണമെങ്കിൽ ഒരു വോക്കിംഗ് എൻസൈക്ലോപീഡിയ എന്നൊക്കെ വേണമെങ്കിൽ ശ്രീ IC ചാക്കോയെ വിശേഷിപ്പിക്കാമായിരുന്നു. ദീപിക, മനോരമ, ഭാഷാഭൂഷണി തുടങ്ങിയ നിരവധി പ്രസിദ്ധീകരണങ്ങളിൽ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഈടുറ്റ ലേഖനങ്ങൾ പ്രത്യക്ഷപ്പെടുമായിരുന്നു. ഇന്നും ഇതൊന്നും പ്രോപ്പറായിട്ടൊന്ന് ക്രോഡീകരിക്കാൻ അല്ലെങ്കിൽ ഒന്ന് സമ്മറൈസ് ചെയ്ത് ഒരു ബുക്കാക്കി മാറ്റുവാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് അങ്ങേയറ്റം സങ്കടകരമാണ്. വൈജ്ഞാനിക സാഹിത്യകാരൻ എന്ന നിലയിലാണ് പൊതുസമൂഹം അദ്ദേഹത്തെ കൂടുതൽ പരിചയപ്പെടുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ബഹുഭാഷാ പണ്ഡിതൻ അല്ലെങ്കിൽ ഒരു സാഹിത്യത്തിൽ ആഴമേറിയ സംഭാവന നൽകിയ വ്യക്തി എന്നതൊക്കെ പറയുമ്പോഴും IC ചാക്കോയെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത് ഇംഗ്ലീഷ്, മലയാളം, സംസ്കൃതം, ഗ്രീക്ക്, ലാറ്റിൻ, സിറിയക്, ഫ്രഞ്ച്, ജർമ്മൻ, തമിഴ് തുടങ്ങിയ ഭാഷകളിലൊക്കെ തന്നെ ആഴമായ അറിവുള്ള വ്യക്തിയായിരുന്നു അദ്ദേഹം എന്നാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമാണ് ക്രിസ്തു സഹസ്രനാമം. അതായത് ഈശോയുടെ 1000 നാമങ്ങൾ അല്ലെങ്കിൽ പര്യായപദങ്ങൾ ചേർത്തുകൊണ്ടുള്ള ഒരു രചനയാണ്. ക്രിസ്തുവിനെ പറ്റി ബൈബിളിൻ്റെ പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും ഒക്കെയുള്ള സൂചനകളെ അവലംബമാക്കിയാണ് അദ്ദേഹം ഈ ഒരു പുസ്തകം നിർമ്മിച്ചിരിക്കുന്നത്. IC ചാക്കോയുടെ ഏറ്റവും പ്രശസ്തമായ ഗ്രന്ഥമെന്ന് പറയുന്നത് പാണിനീയ പ്രദ്യോതം എന്ന ഏറ്റവും പ്രശസ്തം അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥമാണ്. സംസ്കൃത ഭാഷയുടെ വ്യാകരണ ഗ്രന്ഥമാണ് അഷ്ടാധ്യായി എന്ന പേരിൽ കൂടി അറിയപ്പെടുന്ന പാണിനീയം എന്ന ഗ്രന്ഥം. പാണിനി എന്ന പേരിൽ ഒരു മഹർഷി എഴുതിയത് കൊണ്ടാണ് ആ പേര് ആ സംസ്കൃത വ്യാകരണ ഗ്രന്ഥം ലഭിച്ചത്. യഥാർത്ഥത്തിൽ ഈ പുസ്തകത്തെക്കുറിച്ച് പറയുന്നത് ഈ സംസ്കൃത പണ്ഡിതർക്ക് പോലും എളുപ്പത്തിൽ മനസ്സിലാക്കുവാൻ സാധിക്കുന്ന ഒന്നല്ല ഈ ഒരു പുസ്തകം. ഇതിന് മൗലികമായ ഒരു വ്യാഖ്യാനവും വിവരണവും മലയാളത്തിൽ IC ചാക്കോ നിർമ്മിച്ചു. കേരളത്തിന് ലഭിച്ച 2ാമത്തെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് അത് ഈ പ്രാണിനി പ്രദ്യോതം എന്ന് പറയുന്ന IC ചാക്കോയുടെ പുസ്തകത്തിനാണ്. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി. ഇന്നും സംസ്കൃത ഭാഷയുമായി ബന്ധപ്പെട്ട് അത് പഠിക്കുവാൻ ശ്രമിക്കുന്ന, അതിനെ ആദ്യം മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്നവർക്കൊക്കെ തന്നെ ഏറ്റവും കൂടുതൽ പ്രയോജനപ്രദമുള്ള റെഫറൻസ് ഗ്രന്ഥമാണ് ഈടുറ്റ ഈ ഒരു ഗ്രന്ഥം. അതുപോലെ തന്നെ മാർ ലൂയിസ് ജീവിതവും കാലവും എന്ന് പറയുന്ന ജീവചരിത്രം, വിശുദ്ധ തോമസ് മൂലം ജീവചരിത്രം ഒക്കെ തന്നെ IC ചാക്കോ എഴുതിയതാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ തന്നെ ബന്ധുവായിട്ടുള്ള മാർ ലൂയിസ് പഴയപറമ്പിൽ പിതാവിനെ കുറിച്ചുള്ള ജീവചരിത്രമാണ് മാർ ലൂയിസ് ജീവിതവും കാലം എന്ന പുസ്തകത്തിൽ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ശ്രീ എം. ജോസഫ് നെടുങ്കുന്നം IC ചാക്കോയെക്കുറിച്ച് എഴുതിയ പുസ്തകത്തിൽ വ്യക്തമായി പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട്. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന് രൂപം കൊടുക്കുന്നതിൽ പ്രധാനമായും പ്രവർത്തിച്ച ശ്രീ IC ചാക്കോയായിരുന്നു. അതുകൂടാതെ പൗരസമത്വവാദം, നിവർത്തന പ്രക്ഷോഭം, സ്റ്റേറ്റ് കോൺഗ്രസ് സമരം, ഉത്തരവാദിത്ത ഭരണ പ്രക്ഷോഭം, ഇതിലൊക്കെ തന്നെ നേതൃനിരയിൽ ശ്രീ IC ചാക്കോ ഉണ്ടായിരുന്നു. ഇവിടെയൊക്കെ തന്നെ അദ്ദേഹം പ്രാധാന്യം കൊടുത്തത് സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് ആളുകളെ എത്തിക്കുവാനും എല്ലാവർക്കും ഒരുപോലെ നീതി ലഭിക്കുവാനുമുള്ള ശ്രമങ്ങൾക്കായിരുന്നു. നൂതന പദനിർമ്മിതിക്കും അദ്ദേഹത്തിനുണ്ടായിരുന്ന കഴിവ് ഇന്ന് നമുക്ക് ഏറെ അഭിമാനത്തോടെയും ബഹുമാനത്തോടെയും ഓർക്കേണ്ട കാര്യമാണ്.
അദ്ദേഹം നിർമ്മിച്ച പല പദങ്ങളും അദ്ദേഹമാണ് അതിന് പിന്നിലൊന്ന് ഓർക്കാതെ നാം ഉപയോഗിക്കാറുണ്ട്. പ്രൊഫസർ മാത്യു ഉലകന്തറ തൻ്റെ പുസ്തകത്തിൽ ഇത്തരം നിരവധി പദങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അതിൽ അദ്ദേഹം ഐസി ചാക്കോ മതമണ്ഡലത്തിന് സംഭാവന നൽകിയ ചില സാങ്കേതിക പദങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. മൗതിക ശരീരം, പാഥേയം, സ്വർഗാരോഹണം എന്നൊക്കെ പറയുന്ന പദങ്ങളൊക്കെ തന്നെ ശ്രീ ഐസി ചാക്കോയുടെ സംഭാവനകളാണ്. ഇത്തരം മലയാള പദങ്ങൾ, അതുപോലെ തന്നെ ലായിനി, മൂലകം, കണം, സമ്പദം, ഇങ്ങനെയൊക്കെയുള്ള നിരവധി പദങ്ങൾ ഈ ശാസ്ത്രീയമായിട്ട് ഇന്ന് നമ്മൾ കെമിസ്ട്രി പോലെയുള്ള അല്ലെങ്കിൽ സയൻസ് വിഷയങ്ങളിലൊക്കെ തന്നെ ഉപയോഗിക്കുന്ന പല പദങ്ങളും നമുക്ക് സംഭാവന ചെയ്തത് ഈ പറഞ്ഞ വലിയ മനുഷ്യനാണ്. ശ്രീ എം.ഒ. ജോസഫ് നെടുങ്കുന്നം ഐസി ചാക്കോയെക്കുറിച്ച് എഴുതിയ ജീവചരിത്രത്തിൽ ജോസഫ് മുണ്ടശ്ശേരി മാസ്റ്റർ ഐസി ചാക്കോയെക്കുറിച്ച് അനുസ്മരിക്കുന്നത് ഇങ്ങനെയാണ്: കഴിഞ്ഞ പുരുഷാന്തരത്തിൽ ജീവിച്ചു മൺമറഞ്ഞു പോയ സൊറിയാനി ക്രിസ്ത്യാനികളുടെ കൂട്ടത്തിൽ ഇത്രയും സ്വഭിപ്രായനും പണ്ഡിതമോധ്യന്യനുമായ മറ്റൊരാൾ ഇല്ലെന്ന് തന്നെ പറയുന്നതിൽ തെറ്റില്ല എന്നാണ്. ഐസി ചാക്കോ ക്രൈസ്തവ സഭയ്ക്ക് വേണ്ടിയും സമൂഹത്തിനു വേണ്ടിയും ചെയ്ത സേവനങ്ങൾ അത്രയ്ക്ക് വലുതാണ്. അഭിമന്യനായ ദേവദാസന്മാർ മാത്യു കവുകാട്ട് പിതാവിൻ്റെ ശുപാർശ പ്രകാരം ജോൺ 23 പാപ്പ ഐസി ചാക്കോയ്ക്ക് ഷെവലിയർ പദവി നൽകുകയുണ്ടായി. പൊതുവെ അംഗീകാരങ്ങളൊന്നും തന്നെ സ്വീകരിക്കുവാൻ തയ്യാറാകാത്ത മടി കാണിച്ച ഐസി ചാക്കോ അഭിമന്യ പിതാവിൻ്റെ നിർദ്ദേശപ്രകാരം ഈ ഷെവലിയർ പദവി സ്വീകരിക്കുകയുമുണ്ടായി. K.M. ഡാനിയൽ എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹം പാപ്പാധിപത്യം എന്ന പേരിൽ ഒരു ഗ്രന്ഥം രചിക്കുകയുണ്ടായ കാലത്ത്. ഈ ഗ്രന്ഥത്തിൽ മാർപ്പാപ്പയുടെ അപ്രമാദിത്യം, അതുപോലെ മാർപ്പാപ്പയുടെ അധികാരങ്ങൾ എന്നതിനെയൊക്കെ തന്നെ വിമർശിക്കുകയും വളരെ വില കുറയ്ക്കുന്ന രീതിയിൽ പരാമർശിക്കുകയുണ്ടായി. ഈ ഗ്രന്ഥത്തിലെ പരാമർശങ്ങൾക്കെതിരെ ഐസി ചാക്കോ നടത്തിയ ദീർഘ പോരാട്ടങ്ങൾ ചരിത്രത്തിന്റെ ഭാഗമാണ്. മാർപ്പാപ്പയും അദ്ദേഹത്തിന്റെ അധികാരത്തെയും കത്തോലിക്ക വിശ്വാസത്തെയും ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള ഈ പുസ്തകം 1927 അവസാനം ആണ് പുറത്തു വരുന്നത്. അന്ന് തുടങ്ങി 1932 വരെ നീണ്ടു നിൽക്കുന്ന ഒരു വലിയ നിയമ പോരാട്ടമുണ്ടായി. ഐസി ചാക്കോ ഇദ്ദേഹത്തിന് കൊടുത്ത മറുപടികളൊക്കെ തന്നെ, K.M. ഡാനിയലിന് കൊടുത്ത മറുപടികളൊക്കെ തന്നെ ശരിയല്ലെന്നും അദ്ദേഹത്തെ വ്യക്തിപരമായി അവഹേളിക്കുന്നതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം കോടതിയിൽ പോവുകയുണ്ടായി. അവിടെയൊക്കെ തന്നെ ഐസി ചാക്കോയ്ക്കായിരുന്നു വിജയം. അവസാനം 1932 ഹൈക്കോടതിയിലെ ഈ കേസ് അത് റിവ്യൂ ഹർജിയായിട്ട്, ഓൾറെഡി ഹൈക്കോടതി വിധി പ്രഖ്യാപിച്ചു, വീണ്ടും റിവ്യൂ ഹർജിയായിട്ട് എത്തുകയും അവിടെയൊക്കെ തന്നെ ഐസി ചാക്കോയുടെ നിലപാടുകളാണ് ശരിയെന്ന് കോടതി അംഗീകരിക്കുകയും ചെയ്തു. ക്രൈസ്തവ വിശ്വാസത്തെയും ക്രൈസ്തവ ധാർമ്മികതയ്ക്കും എതിരെയൊക്കെ നിലപാടുകൾ എടുക്കുന്നവർക്കെതിരെ സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ചുകൊണ്ട്, അത് ചുമ്മാ ഒരു വാചക കസർത്ത് നടത്തുകയില്ല, കൃത്യമായ ആശയങ്ങൾ പറഞ്ഞുകൊണ്ട്, അതിന് അടിസ്ഥാനമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അത്തരം ആൾക്കാരെ പറഞ്ഞ് അവരുടെ തെറ്റ് ബോധ്യപ്പെടുത്തുകയും അല്ലെങ്കിൽ സഭയുടെ നിലപാടാണ്, ഈശോയുടെ നിലപാടാണ് ശരിയെന്ന് ബോധ്യപ്പെടുത്തുകയും ചെയ്യുവാൻ ഐസി ചാക്കോ പോലെയുള്ള വലിയ നേതാക്കന്മാരും ദീർഘവീക്ഷണമുള്ള പണ്ഡിതന്മാരും ഇനിയും നമ്മുടെ സമൂഹത്തിന് ഇന്നത്തെ കാലഘട്ടത്തിൽ ആവശ്യമാണ് എന്ന് ഓർമ്മിപ്പിക്കുവാനും ഈ ഒരു നിമിഷം പ്രത്യേകമായിട്ട് ഉപയോഗിക്കുകയാണ്. കൂടാതെ അഖില കേരള കത്തോലിക്ക കോൺഗ്രസിന്റെ രൂപീകരണത്തിന് പിൻപിലും പ്രവർത്തിച്ച ദീർഘവീക്ഷണമുള്ള ഒരു വ്യക്തി ഐസി ചാക്കോയായിരുന്നു. അദ്ദേഹം കത്തോലിക്ക കോൺഗ്രസിന്റെ രൂപീകരണത്തിന് മുമ്പായിട്ട് മാന്നാനത്ത് വെച്ചും പുളിങ്ങൂന്ന് വെച്ചും അതിരമ്പുഴ വെച്ചും ഒക്കെ നടന്ന മീറ്റിങ്ങുകളിൽ ഒരു പ്രധാനപ്പെട്ട വ്യക്തിത്വമായിട്ട് അദ്ദേഹം ഉണ്ടായിരിക്കുകയും അദ്ദേഹം ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുകയൊക്കെ തന്നെ ചെയ്തു. അതുപോലെ KCSL ആദ്യകാല നേതാക്കന്മാരിൽ, കേരള കാത്തലിക് സ്റ്റുഡൻസ് ലീഗിന്റെ ആദ്യകാല നേതാക്കന്മാർ ഒരാളായിട്ടും ശ്രീ ഐസി ചാക്കോ സേവനം ചെയ്യുകയുണ്ടായി. ഐസി ചാക്കോയെക്കുറിച്ച് ഇങ്ങനെ സഭയ്ക്ക് നൽകിയ നിരവധി സംഭാവനകൾ നമ്മൾ എണ്ണി പറയുമ്പോഴും അവിടെയൊക്കെ എടുത്ത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യം, അദ്ദേഹം ഒരിക്കലും ഒരു മുഖ്യധാരയിലേക്ക് വന്ന് ഞാനാണ് ശരിയെന്നോ അല്ലെങ്കിൽ എൻ്റെ ഭാഗത്തിന് അംഗീകാരം കിട്ടണമെന്നോ പറഞ്ഞുകൊണ്ട് മുഖ്യധാരയിലേക്ക് വരാതെ അദ്ദേഹത്തിൻ്റെ ജോലി കൃത്യമായി ചെയ്ത് സേവനങ്ങൾ ചെയ്ത് മാറി നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണുവാൻ സാധിക്കും. കേരളത്തിലെ ഭൂഗർഭശാസ്ത്രത്തിൻ്റെ പിതാവാണ് ഐസി ചാക്കോ എന്ന് അധികം പേരും ഓർക്കാറില്ല എന്ന് ശ്രീ S. ഗുപ്തൻ നായർ ഒരിക്കൽ എഴുതുകയുണ്ടായി. ഐസി ചാക്കോയെക്കുറിച്ചുള്ള ജീവചരിത്രം വായിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ അടുത്തറിയുമ്പോഴും ശ്രീ ഗുപ്തൻ നായർ പറഞ്ഞത് 100% ശരിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഒരു വിഷയത്തിൽ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഒരു സേവനങ്ങളെയും വേണ്ടത്ര രീതിയിൽ നമ്മുടെ സമൂഹം കൃത്യമായി ഓർത്തെടുക്കുവാനോ അതിന് ആവശ്യമായ അംഗീകാരം കൊടുക്കുവാനോ ഇന്നും തയ്യാറാകുന്നില്ല എന്നുള്ളത് അങ്ങേയറ്റം സങ്കടകരമാണ്. വലിയൊരു വ്യക്തിത്വത്തിൻ്റെ, വലിയ ജീവചരിത്രത്തിൻ്റെ ചെറിയൊരു ഭാഗം മാത്രമാണ് ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇവിടെ പറയുവാൻ സാധിച്ചത്. അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ അറിയുവാനും കൂടുതൽ മനസ്സിലാക്കുവാനും ഈ ഒരു വീഡിയോ അവർ സ്റ്റോറിയുടെ ഒരു എപ്പിസോഡ് കാരണമാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. ഷെവലിയർ ഐസി ചാക്കോയെ അനുസ്മരിക്കുവാൻ ഇന്ന് ആകെയുള്ളത് ചങ്ങനാശ്ശേരി അതിരൂപത, അദ്ദേഹത്തിൻ്റെ മാതൃ അതിരൂപത പ്രഖ്യാപിക്കുന്ന ഐസി ചാക്കോ അവാർഡ് മാത്രമാണ്. അദ്ദേഹത്തിൻ്റെ മാതൃ അതിരൂപത അദ്ദേഹത്തെ ഏറെ സ്നേഹത്തോടെ ഓർത്തിരിക്കുന്നുണ്ടെങ്കിൽ അതിരൂപതയ്ക്കൊപ്പം തന്നെ നമ്മുടെ സമൂഹവും അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഐസി ചാക്കോയ്ക്ക് വേണ്ടി പേരുള്ള അവാർഡിനപ്പുറം സമൂഹത്തിൽ അദ്ദേഹത്തിൻ്റെ സ്മരണ നിലനിർത്തുന്ന കൂടുതൽ വലിയ കാര്യങ്ങൾ സംഭവിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് അവർ സ്റ്റോറിയുടെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. നന്ദി.